ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മീ ഓർ ഷമീർ ഷാനു. ഇന്ന് ഒരുപാട് പേര് ചോദിച്ച നമ്മുടെ കുഞ്ഞുട്ടി ചോദിച്ച കോമന്റിനുള്ള റിപ്ലൈ ആൻഡ് ഒന്ന് രണ്ട് നെഗറ്റീവ് കമന്റ്സ് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനും കൂടെ ഉള്ള റിപ്ലൈ ആണ്. അപ്പോൾ കുഞ്ഞുട്ടി ചോദിച്ചതായിരുന്നു നമ്മുടെ സോങ് എന്ന് റിലീസ് ആകും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത്യാവശ്യം ഇത് ചെയ്യണം എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ പരിമിതികളുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കുക. എല്ലാവരുടെയും കമന്റ്സ് നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലേ? കാണുന്നുണ്ടല്ലോ. അപ്പോൾ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെ സോങ്ങിന്റെ റെക്കോർഡിങ് കാര്യങ്ങൾ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആയിട്ട് അത് റിലീസ് ചെയ്യണം എന്ന് പറയാൻ കാരണം റെക്കോർഡിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ നമ്മൾ പിച്ച് വെച്ച് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരാളുടെ കമൻസ് ആയിരുന്നു, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ മൂവിയുടെ അപ്ഡേഷൻസിൻ്റെ കാര്യം. അപ്പോൾ ഷമീർ ഷാനു എന്നുള്ളത് വേറെ ആളുടെ പേര് പറഞ്ഞപ്പോൾ നീ നിന്റെ പേരാക്കിയിട്ട് ഇവിടെ കൊടുന്ന് വെച്ചതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കമന്റ്സ്. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒരാളോടാണെങ്കിലും രണ്ടാളോടാണെങ്കിലും അത് കള്ളം തന്നെയാണ്. അതിനിപ്പോൾ എത്ര വളച്ചൊടിച്ച് പറഞ്ഞാൽ പോലും അത് എന്നും കള്ളം തന്നെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എൻ്റെ പേരല്ലാത്ത എൻ്റെ പേര് ഞാൻ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇത്രയും കാലം ഞാൻ അതൊന്നും സ്പ്രെഡ് ചെയ്യൂലായിരുന്നു. കാരണം നമ്മളതായിട്ടുള്ള ഒരു സംഭവമൊന്നും കാണിക്കാൻ മാത്രമുള്ള സംഭവമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ വരുന്ന സമയത്ത് എന്താണോ, ഇപ്പൊ ഞാൻ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്, നീ വല്ല സിനിമ നടനാണോടോ, നീ ഇങ്ങനെ സംസാരിക്കാൻ അങ്ങനെ സംസാരിക്കാൻ എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടി പോലെ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ 1-2 വർഷം മുന്നേ കഴിഞ്ഞ ഷൂട്ടാണെങ്കിലും ഇപ്പോഴാണ് റിലീസായതെങ്കിലും നമുക്ക് പറയാനൊരു വോയിസ് ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ കാണിച്ചു കൊടുക്കണല്ലോ. അപ്പൊ അതാണല്ലോ അതിന്റെ ഒരു പ്രൂഫ്. അല്ല നമ്മൾ ഒരു വ്യക്തത ഇല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ ആ വ്യക്തിയോട് പറയാനുള്ളത്, ന്യൂസിൽ വന്ന് ചെറിയൊരു കട്ടിങ്സ് ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെച്ചാൽ ആ വ്യക്തിക്കൊന്ന് പോയിട്ട് കാണാവുന്നതാണ്. ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ കാണിക്കുന്നുണ്ട്, എന്നാൽ പോലും കാണിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ അതിനെന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്നെ അതിൽ കാസ്റ്റ് ചെയ്തതിലും ഒരു ചെറിയ റോളാണെങ്കിൽ പോലും നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചല്ലോ അതിന്. ആൻഡ് അഗെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നെക്സ്റ്റ് കമന്റ് ഇത്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമന്റ്സ് ഇതായിരുന്നു. നമ്മളിപ്പോൾ അടുത്ത് ഇട്ട ഒരു റെക്കോർഡിംഗ് വീഡിയോസ് ഉണ്ടായിരുന്നു. ആ സ്റ്റുഡിയോയുടെ താഴെ വന്ന കമന്റ്, ആ റെക്കോർഡിങ്ങിന്റെ താഴെ ഒരു ക്ലിപ്പിംഗ്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് ഫുട്ടേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് റെക്കോർഡിംഗ് ടൈമിലുള്ള ഫുട്ടേജ്. ആ സമയത്ത് അതിന് താഴെ വന്ന കമന്റ് ഇതായിരുന്നു, പശു ഊളിയിടുന്ന പോലെ ആവും എഫക്റ്റ്, സൗണ്ട് എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ എന്നുള്ള. നമ്മൾ മനുഷ്യന്മാരിൽ പശു ഊളിയിടുന്ന ശബ്ദം പോലെ ആര് പാടുന്നതായിട്ടും ഞാൻ കേട്ടിട്ടില്ല. ഒന്നെങ്കിൽ വെള്ളി വരും, അങ്ങനെ എന്താ സംഭവം ഉണ്ടല്ലോ, നമ്മൾ പാടുമ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, വെള്ളി വരെ അങ്ങനെ എന്തോ സംഭവം. അതിന്റെ കറക്റ്റ് ഇതൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരാന്ന് കേട്ടിട്ടുണ്ട്. അല്ലാതെ ഒരു മനുഷ്യനായിട്ടുള്ള ഒരാള് പശുവിനെ പോലെ പാട്ട് പാടാന്ന് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ഒരു പക്ഷേ ആ വ്യക്തിയുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്, പശു ശബ്ദം ഉണ്ടാക്കുന്ന പോലെ. പിന്നെ ഒന്നുകിൽ ആ വ്യക്തിയുടേതായിട്ടുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ട് അവരെന്താ 1-2 പെർഫോമൻസ് നമുക്ക് മുന്നിൽ ചെയ്ത് കാണിക്കണം. നിങ്ങളെക്കാൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ആരെയും കളിയാക്കുന്നതല്ല. പക്ഷെ നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മളെല്ലാ കാര്യത്തിലും അത്രയും പെർഫെക്റ്റ് ആയിരിക്കുമെങ്കിൽ മാത്രം നമുക്ക് ഒരാളെ കളിയാക്കാൻ എന്നാലും സ്വാതന്ത്ര്യമില്ല. എന്നാൽ പോലും അത്രയും നമ്മൾ കഴിവ് തെളിയിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ പറയുന്നതിലൊരു കാര്യം ഉണ്ടല്ലോ എന്നുള്ളത് നമുക്ക് തിങ്ക് ചെയ്താൽ മതി. പക്ഷെ എന്നാലും നമ്മളെ കയറി ചൊറിഞ്ഞാൽ നമ്മളെ മാന്തും അത് വേറെ കാര്യം. അപ്പൊ ആ വ്യക്തിയുടെ വീട്ടിലെല്ലാവരും ഈ തരത്തിലായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നത്. കാരണം പശു, പോത്ത് ഇവരൊക്കെ ആ വർഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമേ, അങ്ങനെ ജനിച്ചവർക്ക് മാത്രമേ അങ്ങനെയുള്ള ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവരുടെ വീട്ടില്
കോമൺ ആയിട്ട് അങ്ങനത്തെ ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. മേ ബി ഐ തിങ്ക് അങ്ങനെ ആയതുകൊണ്ടാവും ചിലപ്പോൾ അവരങ്ങനെ സംസാരിക്കുന്നത്. ഇനി പശുക്കൾ വരെ ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയോന്ന് എനിക്കറിയില്ല. ഞാൻ ആരും പരാമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. ആ വ്യക്തിയുടെ ഒരു കമന്റ് കണ്ടു, അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ആരും ഹേർട്ട് ചെയ്യിപ്പിക്കാനോ ഒന്നിനും വേണ്ടി പറയുന്നതല്ല. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഐ ആം സൂപ്പർ സിംഗർ, ഭയങ്കര കഴിവുള്ള ആളാണെന്ന് ഞാൻ ആരോടും എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുന്ന അത്രേ ഉള്ളൂ. അത് ഇഷ്ടമുള്ളവർ കാണും, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോകും. പിന്നെ ഇമാതിരി പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോൾ നമ്മുടെ മാത്രമല്ല, പൊതുവെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എന്തായാലും എൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഞാൻ ആ സ്പോട്ടിൽ തന്നെ ആർക്കെല്ലാം റിപ്ലൈ കൊടുക്കും, അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമുക്ക് പറയുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം ഒരുപാട് നന്ദി. ജാഡ ഡിമാൻഡ് ഒന്നും വിചാരിക്കരുത്, നമ്മൾ കയറി ഞോണ്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മളത് പറഞ്ഞത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, ലവ് യു ഓൾ.